പിതാവ് പറഞ്ഞില്ല നിന്നെ പോലുള്ളതുകൊണ്ടാണ് കുഴപ്പം പറ്റിയത്, നമ്മിൽ ഒരുവനെ പോലെ. കണ്ടോ, അവിടെ കുറ്റം വിധിക്കുകയല്ല ദൈവം, ഏറ്റെടുക്കുകയാണ്. നമ്മിൽ ഒരുവനെ പോലെയായി. കണ്ടോ. ഇനി നാം താഴേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7-ാമത് വാക്യം. 11:7. അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കിക്കളയാൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ചിഹ്നിച്ചു. അവർ 11-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അവിടെ ബാബേൽ കോട്ട പണിതപ്പോൾ സംഭവിച്ച കാര്യമാണ്. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിവാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞ വാക്യത്തിൽ 7-ാമത്തെ വാക്യം തന്നെയല്ലേ. എന്ന് വെച്ചാൽ ദൈവത്തിനെതിരായിട്ട് നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി വെള്ളം പൊങ്ങി ദൈവം ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കണമെന്ന് പറഞ്ഞ് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയാൻ അന്നത്തെ മനുഷ്യർ പദ്ധതിയിട്ടു. ദൈവങ്ങളോ ഇനി എത്ര ആധുനിക സൗകര്യങ്ങളുണ്ട്. ഇന്ന് മനുഷ്യനൊക്കൂ അത്രയും വലുതൊക്കെ പണിയാൻ. 1 കിലോമീറ്ററിന് താഴെയുള്ള കെട്ടിടം മാത്രമേ ഇന്ന് പോലും മനുഷ്യന് പണിയാനൊക്കുള്ളൂ. അന്ന് അവർ തീരുമാനിച്ചത് കണ്ടോ, ആകാശം മുട്ടപ്പണിയാണ്. എങ്ങനെ അവർക്കത് സാധിച്ചു? നിങ്ങള് ഈ പണ്ടത്തെ മനുഷ്യൻ ദൈവത്തിനെതിരായി പണിത ആലയങ്ങളുടെയും ഗോപുരങ്ങളുടെയും ഒക്കെ കല്ലുകളും തൂണുകളും ഒക്കെ കണ്ടാൽ പുരാവസ്തു ഗവേഷകന്മാർ കുടിച്ചെടുക്കുന്നത് കണ്ടാൽ പേടിച്ചു പോകും. ഇന്ന് പോലും അത്രയും വലിയ കല്ലുകൾ ഉയരത്തിൽ കൊണ്ടുചെല്ലുവാൻ മനുഷ്യന് കഴിയുന്നില്ല. അത്രയും വലിയ കല്ലുകളും ഇരുമ്പുകളും ഒക്കെയാണ് ആകാശത്ത് മനുഷ്യൻ പൊക്കി വെച്ചത്. എങ്ങനെ സാധിച്ചു? ഞാനൊരു ദിവസത്തെ യോജിച്ചാൽ പൈശാചിക ശക്തി അതിന്റെ പ്രാപ്തി പഠിപ്പിക്കാം. അപ്പോൾ സാത്താന്റെ പ്രാപ്തി മനുഷ്യന് കിട്ടിയാൽ എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കും. ഗദദേശത്തെ ഭൂതഗ്രസ്തനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല ഒരു ഉരുമ്പ് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകും. ഗവൺമെന്റ് വെക്കുന്ന വിലങ്ങ ഇരുമ്പ് ചങ്ങല ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ അവനിൽ വസിക്കുന്ന പിശാചിന്റെ പവർ ഓർമ്മ. കൊച്ചു കാര്യമല്ല പൈശാചിക ശക്തി. നാം അതിനോടാണ് പോരാടി യേശുവിന്റെ നാമത്തിൽ ജയപ്പെടുക. ആകാശപ്പെട്ട ഗോപുരം പണിയുവാൻ അവർ തീരുമാനിച്ചു. ദൈവം പറയുകയാണ് അവർക്കത് ചെയ്യുവാൻ കഴിയുന്നു. എങ്ങനെയാ കഴിഞ്ഞത്? അവരുടെ കയ്യിൽ ക്രെയിനോ ഇന്നത്തെ സിമെന്റോ കോൺക്രീറ്റോ ഒന്നും ആക്കാവുന്നില്ല. പിന്നെ എങ്ങനെയാ അവർക്ക് സാധിച്ചത്? അതാണ് ദൈവത്തിനെതിരായി പണിയുവാൻ പിശാച് കൊടുക്കുന്ന പ്രാപ്തി. അവർ ദൈവം അങ്ങനെയാ പറയുന്നത്. അവർ ആകാശമുറ്റ ഗോപുരം പണിയുവാൻ തുടങ്ങുന്നു. അവർക്കത് കഴിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? 7-ാം വാക്യം വായിച്ചു. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിവാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നറിയിച്ചു. നോക്കുക സഹോദരങ്ങളെ, അതിന്റെ മുകളിലേക്ക് വായിക്കുമ്പോൾ മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. കണ്ടോ? 5-ാം വാക്യം. 7-ാമത്തെ വാക്യം. മനുഷ്യർ പണിത അപ്പോൾ മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് സാധ്യമാകുകയില്ല. അവർക്ക് അസാധ്യമാകുകയില്ല. കണ്ടോ? ചെറുതായി ഞാൻ പറഞ്ഞല്ലോ, പിശാചിന്റെ ശക്തി എന്നുള്ളത് യോജിച്ചാൽ ദിവസം പഠിപ്പിക്കാം. അപ്പൊ മനസ്സിലാവും നമ്മൾ ആരോടാ പോരാടുന്നത്. വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ
എതിരുകൾ ഉണ്ടാകുന്ന കാരണം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഞാൻ പോരാടി പ്രസംഗിക്കുന്നത് പിശാചിനോടാണ്. ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ഇന്ന് പോലും അത് കഴിയത്തില്ല. മനുഷ്യ പ്രയത്നം കൊണ്ട് എങ്ങനെ സാധിച്ചു? അത്ര ശക്തിയാണ് പൈശാചിക ശക്തി. ഞാൻ നമ്മുടെ കയ്യിൽ പറയാം, ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശക്തി പിശാചിനാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശക്തി ഒരുമിച്ച് കൂടിയാലും സാത്താനെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മൾ ജയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു. വേറെ ഒരു ശക്തി കൊണ്ടും സാത്താൻ ജയിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അവർ പണിതപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇറങ്ങിച്ചെന്ന് അവിടെയും ദൈവം പറയുന്നുണ്ടോ? ഞാൻ പോകാമെന്നല്ല, പിന്നെ നാം ഇറങ്ങിച്ചെന്ന്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വരുന്നത് കണ്ടോ? സഹോദരങ്ങളെ, ഇത് ചെറുതായി ചിന്തിക്കുന്നു. എനിക്ക് ഒത്തിരി ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ദൈവ വിഷയത്തിലുണ്ട്. ഇനി മനുഷ്യൻ തെറ്റിയ സമയത്ത് മനുഷ്യൻ രക്ഷിക്കേണ്ടതിന് ദൈവം തീരുമാനിക്കുന്നതിന് മുന്നേടിയ നിഴലായി യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് നമുക്ക് വേണ്ടി പോകും. ദൈവം ചോദിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി പോകും. ഞാൻ എത്രയോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു സഹോദരങ്ങളെ. ദൈവത്തിൽ ഐക്യമാക്കി ഈ ഐക്യമുള്ള ദൈവത്തെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിഷയത്തിന്മേൽ ചാരിക്കണമെങ്കിൽ നാം ഐകമത്യമുള്ളവരായിരിക്കണം. സ്തോത്രം. വേറെ നിവർത്തിയുള്ള സഹോദരങ്ങളെ, വേറെ ഒരു വഴിയും ഒക്കത്തില്ല. നിങ്ങൾ $1 കോടി ദൈവവേലയ്ക്ക് കൊടുത്താൽ ഈ അമേരിക്കയിലുള്ള ഏറ്റവും വലിയ പള്ളി നിങ്ങളുടെ പണം കൊണ്ട് പെടുത്താൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നിങ്ങൾ ഐകമത്യമുള്ളവരായിരിക്കണം. ഐകമത്യമില്ലാതെ ഞാൻ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തു, അതുകൊണ്ട് എന്റെ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. കേൾക്കും, വേറെ ദൈവങ്ങൾ കേൾക്കും, നമ്മുടെ ദൈവം കേൾക്കത്തില്ല. അത് സത്യം. നമ്മൾ പിടിക്കുക നന്നായിട്ട്. ഭർത്താവിനോട് പടങ്ങിയിരുന്നിട്ട് ഭാര്യ പ്രാർത്ഥിക്കുക, എന്റെ ആളെ കൃപയിൽ കൊണ്ടുവരണേ, വരത്തില്ല. ഭാര്യയോട് പടങ്ങിയിരുന്നിട്ട് ഭർത്താവ് പ്രാർത്ഥിക്കുക, എന്റെ അടിയെ കൃപയിൽ കൊണ്ടുവരണേ, വരത്തില്ല. എങ്ങനെ വരാനാ? പ്രാർത്ഥന മേളിലേക്ക് പോകത്തില്ല സഹോദരങ്ങളെ. അതാണ് സത്യം. അതാ സത്യം. നമ്മുടെ ദൈവം ഐകമത്യമുള്ള പ്രാർത്ഥനയെ കേൾക്കത്തുള്ളൂ. എങ്ങനെ അറിയാം? ഈ ദൈവവിഷയത്തിൽ ഒത്തിരി എനിക്ക് ചൂണ്ടാനായിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. എങ്ങനെ സ്നാനപ്പെടുത്തണം? എന്റെ പേരിൽ പോയി മുക്കിക്കൊള്ളാനാണ് യേശു പറഞ്ഞത്. അതോ ഞാനാ ഭൂമിയിൽ വന്നത് ദിവസത്തിൽ മനുഷ്യനായത്, പിതാവും പരിശുദ്ധാത്മാവുമല്ല, ഞാനാ. എന്നെയാണ് രക്ഷിച്ചത്, ഞാൻ ഭാവിക്ക് വേണ്ടി ശിക്ഷയേറ്റത്, എന്റെ മുഖത്താ തുപ്പിയത്. അതുകൊണ്ട് എന്റെ സമയമുള്ളവരെ മുക്കുമ്പോൾ എന്റെ പേരിൽ മുക്കണം. യേശു പറഞ്ഞു. യേശു എന്നാ പറഞ്ഞു? പിതാവിന്റെയും പുത്രന്റെയും കണ്ടോ? പിതാവിന് ഉത്തരപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. 28:12 കണ്ടു.
യേശുവെ അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? യേശു അങ്ങനെ പറയത്തുള്ളൂ. അപ്പോസ്തലന്മാർ ചോദിച്ച്, നിങ്ങള് സഭയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നത് എങ്ങനെയാണ്? പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും ഉണ്ടാകട്ടെ. ഇത് അപ്പോസ്തലന്മാരുടെ ആശീർവാദമാണ്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അങ്ങനെയാണ് ആശീർവദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ദൈവമക്കൾ ഓർത്തി. ഈ യേശുവാണ് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വീണ്ടും ആ കാര്യം യേശു ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. മത്തായി 18:19. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യം എത്തിപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഒരു 10 പ്രാവശ്യം കഴിവരയിട്ടാലും കുഴപ്പമില്ല സഹോദരൻ. അത്രയും തന്റെ വാക്യമല്ലേ അത്. ഒന്നുകൂടെ വായിച്ചു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യം എത്തിപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ കിട്ടത്തില്ലെന്നല്ലേ? ഞാൻ ഇതൊന്നുകൂടെ പറയാം. നിങ്ങൾ എത്ര ദൈവത്തിൻ്റെതെന്ന് വിചാരിച്ച് ദൈവത്തെ ഇട്ട് എത്ര പിടിച്ചാലും, ദൈവം പോലും അറിയാത്ത പര്യായം ദൈവത്തിന് വിളിച്ചാൽ, സ്വർഗസ്നായ പിതാവെന്നോ സർവശക്തനെന്നോ സർവ്വയാമിന്നോ സ്നേഹമെന്നോ തന്ത്രക്കുടമെന്നോ എന്തുവേണേലും ദൈവത്തെ വിളിച്ചു. ഒരു രാത്രിയിലെ 8 മണിക്കൂറോ 10 മണിക്കൂറോ നിങ്ങൾ ദൈവത്തിന്റെ പേര് മാത്രം പറഞ്ഞ് ഇരുന്ന് മുഴുവൻ പട്ടിണി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിലുള്ളവരോട് നിനക്ക് ഐക്യവത്തിയില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന നിന്റെ മുറിയിൽ നിന്നും മേടി പോകത്തില്ല. അവിടെ കിടന്നു കരഞ്ഞാലും പോകത്തില്ല, കാല് പിടിച്ചാലും പോകത്തില്ല, ചാടിയാലും പോകത്തില്ല, തുള്ളിയാലും പോകത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഐകമത്യപ്പെടണം. ഇത് ഞാൻ പഠിപ്പിച്ചതല്ല, യേശു പറഞ്ഞതാ. കണ്ടോ? നിങ്ങൾ രണ്ടുപേർ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഇത് സഭകൾ പഠിക്കട്ടെ. സഭയിൽ ഭിന്നാഭിപ്രായത്തിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാനല്ല യേശു സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ കർത്താവിൽ ഒന്നായി. അതെ, അതാണ് സത്യവും സഹോദരങ്ങളെ. ഇതാണ് യേശു പഠിപ്പിച്ചത്. ഇനി യേശു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന സ്വർഗസ്നായ പിതാവെന്നുള്ള യേശുവിന്റെ പ്രാർത്ഥനയല്ല, യേശു പഠിപ്പിച്ച ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. യേശുവിന്റെ പ്രാർത്ഥന വേറെയാ. യേശു ഏറ്റവും വലുതായി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിയോൻ മാളികയിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചതാണ്. സിയോൻ മാളികയിലെ യേശുവിന്റെ പ്രാർത്ഥന അത് യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്നു. ഒന്ന്, അത് യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3, താൻ നിമിത്തം രക്ഷിക്കപ്പെടുവാനുള്ള അല്ലെങ്കിൽ സഭയിൽ ചേരുവാനുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ 3 പ്രാർത്ഥന കൂടുന്നതാണ് യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിച്ചത് ഓരോന്നും എടുത്ത് പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. കേട്ടോ? പിതാവേ, ഞാൻ അങ്ങോട്ട് വരിക. എന്നാൽ എനിക്ക് ഈ ലോകത്തിലിരിക്കുന്ന നിന്റെ മക്കൾ എല്ലാ ശിഷ്യന്മാർ. ഞാൻ കയറ്റി പഠിപ്പിക്കുക കേട്ടോ. യേശുവിന്റെ ആഗ്രഹത്തെ നീ എതിർക്കുന്ന വ്യക്തിയായി മാറുകയാണ്. നിന്റെ ഐകമത്യം നീ നിമിത്തം നഷ്ടപ്പെടുകയാണ്.
അഥവാ യേശുവിനോട് നീ യുദ്ധം ചെയ്യുക. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിയോൻ മാളികയിൽ രാത്രിയിൽ എത്ര ഭയങ്കര വേദനപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നതെന്നറിയാമോ? യൂദ എഴുന്നേറ്റ് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു. അന്ന് രാത്രി എല്ലാവരും ഗതസമനായി യേശുവിനെ വിട്ട് ഓടിപ്പോകും. ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന വചനപ്രകാരം യേശുവോട് പറഞ്ഞു, അത് നിവർത്തിയാകാൻ പോകുന്നു. നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകും. ശിശുനാളെ കാലേശു കഴുകി അപ്പമെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഞാൻ നുറുക്കപ്പെടാൻ പോകുകയാണ്. ഇതെന്റെ രക്തം, എന്റെ രക്തം ചൊരിയുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞ ആ രാത്രിയിൽ യേശു മുഴങ്ങാൽ മുടക്കി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞാനിന്ന് വരിക, ഇവരെവിടെയില്ല. എന്റെ ആഗ്രഹം ഞാൻ നിയമമായിരിക്കുന്ന പോലെ ഇവരും നമ്മെ പോലെ ഒന്നാകുന്നില്ല. അവരെ കാത്തുകൊള്ളണമേ. യേശുവിന്റെ ആഗ്രഹം കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നു അവരും തമ്മിലാകേണ്ടതിന്. എനിക്ക് ഈ രാത്രി മുഴുവൻ പ്രസംഗിച്ചാൽ തീരാത്ത ദൂരത്തിനകത്തും 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഏറ്റവും അധികം കഷ്ടതയുടെ പാനപാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നു. പറയുകയാണ്, ഇത്രയും അനുഭവിച്ചാൽ ഞാനും നീയും രണ്ടല്ല, ഞാനും നീയും ഒന്നാണ്. നോക്കിയേ, സ്വർഗത്തിൽ സ്വർഗസിംഹാസനത്തിൽ ദൂതന്മാരുടെ പരിപാലനമേറ്റ് സ്തുതിയുമേറ്റ് പിതാവിരിക്കുമ്പോൾ പുത്രൻ ഇവിടെ കിട്ടിയ 11-12 പേര് ഒരുത്തൻ ഒറ്റി കൊടുക്കുന്നു, ഒരുത്തൻ തള്ളി പറയുന്നു, എല്ലാവരും വിട്ടിട്ട് ഓടുന്നു, പ്രാകുന്നു, എല്ലാം സഹിക്കുമ്പോൾ പറയുകയാണ്, ഇത്രയും കഷ്ടത അനുഭവിച്ചാലും നമ്മൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കത്തില്ല. നീ എന്തിനാണ് നിന്റെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് യേശു എത്രമാത്രം കഠിന വേദനയിലാണ്. ആ സമയത്ത് യേശു പറയുകയാണ്, പിതാവേ ഞാനും നീയും ഒന്നാണ്. ഒന്നുകൂടെ വാക്യം വായിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നു ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും. സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്ത്യാനികളാകുന്നതിന്റെ തെളിവ് നമ്മുടെ കഴുത്തേ കെട്ടിരിക്കുന്ന കുരിശല്ല. കുരിശ് ക്രിസ്ത്യാനി അല്ലാത്തവനും കെട്ടിത്തൂക്ക. നമ്മുടെ ദൈവമക്കളാകുന്ന തെളിവ് നമ്മുടെ കയ്യിൽ കൊണ്ടെടുക്കുന്ന വേദപുസ്തകമല്ല. നമ്മുടെ ദൈവത്തിൻ്റെതാകുന്ന തെളിവ് നാം ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വെള്ളമല്ല, നമ്മുടെ ഐകമത്യമാണ്. നിന്റെ ജീവിതമാണ്, നിന്റെ വീട്ടിലെ ഐക്യത. അതാ യേശുവിടെ പറഞ്ഞത്. ലോകം എന്താണെന്നറിയണം, ഞാൻ ഇവർക്കുള്ളവരാണ്, ഞാനാണ് ജീവിക്കുന്നത്. ലോകമറിയുക ഉള്ള മാർഗം ഞാൻ നിയമമായിരിക്കുന്നവർ ഇവരും ഒന്നാണ്. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് സ്വഭാവത്തിൽ കൂടിയാണ്. ഇത് പലർക്കും അറിയത്തില്ല. ഈശത്താടി നീട്ടിയതുകൊണ്ടോ, വെള്ളക്കുപ്പാടി ഇട്ടത് കൊണ്ടോ, കുരിശ് കഴുത്തിൽ കെട്ടി തൂക്കിയതുകൊണ്ടോ, വേദപുസ്തകം കയ്യിൽ പിടിച്ചതുകൊണ്ടോ, സ്വോത്രവല്ലേരിയായത് പറഞ്ഞതുകൊണ്ടോ നമ്മെ കൂടി നമ്മുടെ കർത്താവിനെ അറിയത്തില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഐകമത്യവും സ്നേഹവും കാണുമ്പോൾ മനുഷ്യർ പറയും, ഇവർ ദൈവമക്കൾ. ഈ ഒരാളുടെ കുറ്റം പറയുമ്പോൾ നിന്നെ കേൾക്കുന്നവർ ഒന്നും മിണ്ടാതിരുന്നാലും ചിരിച്ചാലും
അവരുടെ അകം പറയും നീ ശരിയല്ല. എന്നാൽ നീ മറ്റുള്ള നന്മ പറയുമ്പോൾ നിന്നെ കേൾക്കുന്നവർ പറയും ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ആ മനുഷ്യൻ നല്ലതാണല്ലോ പറയുന്നത്, നിന്നിൽ കൂടെ കർത്താവിനെ മനസ്സിലാക്കി. അതാണ് അവന്റെ സത്യം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പ്രാർത്ഥന ഒരു വാക്യം കൂടെ വായിപ്പിച്ച് രാത്രി നിർത്തട്ടെ. അതിന്റെ 23ാമത് വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് നീ എന്നെ സ്നേഹിക്കുന്നത് പോലും ലോകം അറിയുക നാം ഒന്നായിരിക്കുന്നത് പോലെ ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്. സഹോദരൻ, എത്ര പ്രാവശ്യം യേശു അന്ന് രാത്രി വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ വീട്ടിൽ ചെന്ന് 17-ാം അധ്യായം വായിച്ചു നോക്ക്. നമ്മുടെ കർത്താവിന്റെ ഒടുവിലത്തെ പ്രാർത്ഥനയായിരുന്നു. ക്രൂശികളെന്ന് പ്രാർത്ഥിച്ചു, അത് വേറെ. ഇവരോട് ഈ പാപം ക്ഷമിക്കണമെന്നത് അതെന്റെ കർത്താവിന്റെ നീണ്ട ഈ പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന. എത്ര പ്രാവശ്യം കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ എനിക്കൊരാഗ്രഹമാകുന്നത് എന്റെ മക്കൾ എന്റെ ശിഷ്യന്മാർ, ഞാൻ ആർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു, ഞാൻ ആരെ തെരഞ്ഞെടുത്തു, ഇവരൊന്നാകണം. എത്ര പ്രാവശ്യം നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു വിലയുമില്ലേ. നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ നിന്റെ കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്നത്, നിന്നെ നോക്കി കൊതിക്കുന്നത് നീ ഐകമത്യമുള്ള വ്യക്തിയാകണമെന്നാണ്. ഈ കർത്താവിന് നമുക്ക് വേണ്ടേ? ഈ കർത്താവിന്റെ ആഗ്രഹം നമുക്ക് വലുതല്ലേ? വിട്ടുകൊടുക്ക്. കർത്താവേ, ഞാൻ അറിയുന്ന ഇത്രയും കാലം നിനക്ക് ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പാടുന്നുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിന്നെ ഇത്രയും കാര്യമില്ലായോ? ഇതിനകത്ത് അറിയുമോ? നിന്റെ ആഗ്രഹിക്കുന്ന നമുക്കത് സാധിക്കും. സാധിക്കാത്ത കാര്യം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല. നിന്നോട് നിന്റെ കർത്താവ് പറയുന്നത് $1000 $10,000 എനിക്ക് തരാനല്ല. നിന്നോട് എന്റെ കർത്താവ് ആവശ്യപ്പെടുന്നത് നീ ഐകമത്യപ്പെടൂ എന്നാണ്, മറ്റുള്ളവരെ സ്നേഹിക്കൂ എന്നാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കൂ എന്നാണ്, മറ്റുള്ളവരെ അംഗീകരിക്കൂ എന്നാണ്. അതാണ് യേശു വന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എത്രയോ പ്രാവശ്യം ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇത് വല്ലതും മനസ്സിലാക്കുന്നു. ഒരു ബെഞ്ചിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഇരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഭയങ്കര വിരോധമാണെങ്കിലും രണ്ടുപേരും ഇത് പ്രാർത്ഥിക്കും. അവർ മനസ്സിലാക്കുന്നില്ല. ഇതൊരു മന്ത്രം പോലെ ചൊല്ലി തീർക്കേണ്ട പ്രാർത്ഥനയല്ല. ചുമ്മാ കുറെ ആവർത്തി ചൊല്ലിയതുകൊണ്ട് ഒന്നും നിന്ന് കിട്ടാനും പോകുന്നില്ല. സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി അതുപോലെ ജീവിക്കുവാൻ വിട്ടുകൊടുത്ത് ദൈവമേ ഒന്ന് വിളിച്ചാൽ മതി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. നമുക്ക് വിട്ടുകൊടുക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയും ദൈവം നമ്മോട് ഇടപെട്ടു. സത്യത്തിൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുവാനായിട്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ പ്രിയ കുട്ടികളോട് കൂടി ഇന്ന് യോഗത്തിൽ പങ്കുചേർന്ന് ദൈവത്തിനും പഠിക്കണം. തന്നെ എല്ലാ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, ആള് കുറവാണെങ്കിലും വചനം പഠിക്കാമെന്ന് കേട്ടപ്പോ എന്റെ ഹൃദയത്തിൽ ദൈവം തന്നു. ഈ നൂതികൾ പഠിപ്പിച്ചു. ഇത് ദൈവത്താൽ സൃഷ്ടിച്ചു. അത് നന്മയ്ക്കാണ്. ഇത് ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഇതിനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് ഭാഗം നമ്മെ താഴ്ത്താം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.
പ്രാർത്ഥിക്കുകയും പ്രകൃതനായ ഞങ്ങളുടെ പിതാവേ